ഹായ് ഫ്രണ്ട്സ്, റിംജിം ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞങ്ങൾ പോയത് ആലപ്പുഴയിലെ ആറ്റുമുഖം ഷാപ്പിലേക്കാണ്. ഹരിപ്പാട് നിന്ന് എടത്തു വഴിയാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് നല്ല നല്ല സീനറീസ് ഉള്ള ഒരു ഏരിയ കൂടാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തത്. അങ്ങനെ ആറ്റുമുഖം ഫാമിലി റെസ്റ്റോറൻറ്റ് പ്ലസ് ഷാപ്പിലേക്ക് ഞങ്ങളെത്തി. ഒരു 2:15 കൂടിയാണ് ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം പാർക്കിംഗ് എല്ലാം ഫില്ലായിരുന്നു. പിന്നെ കുറച്ച് വണ്ടികളൊക്കെ വെളിയിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ഷാപ്പിന് ചുറ്റും നോക്കിയപ്പോൾ നല്ലൊരു ആംബിയൻസ് തരാൻ പറ്റിയ ഒരു ഏരിയ കൂടിയാണ് ഈ ഷാപ്പിൻ്റെ ഫുൾ ലൊക്കാലിറ്റി, അതായത് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞങ്ങൾ വണ്ടിയൊക്കെ അത്യാവശ്യം കഷ്ടപ്പെട്ടൊക്കെ കൊണ്ടുപോയി പാർക്ക് ചെയ്തതിന് ശേഷം നേരെ ഞങ്ങൾ കലവറയിലേക്ക് ഓടിക്കയറിയത്. അവിടെ നമ്മൾ ആദ്യം കണ്ടത് പുഴുക്കാണ്. ഇതിനകത്ത് അത്യാവശ്യം ചീനിയും ബാക്കി കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നാണ് ഈ പുഴുക്കെന്ന് പറയുന്നത്. പിന്നെ ചേമ്പുണ്ടായിരുന്നു, കാച്ചിലുണ്ടായിരുന്നു, പിന്നെ ഞണ്ടുണ്ടായിരുന്നു, നാട്ടുകോഴി ഉണ്ടായിരുന്നു. ഞണ്ട് തന്നെ 2 റോസ്റ്റും ഉണ്ടായിരുന്നു, ഒരു കറി പോലെ ഉണ്ടായിരുന്നു. പിന്നീട് കുളമീൻ പീര, അതായത് പൊടിമീൻ പീര ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ കായൽ ചൂട മുണക്കത്ത ഇതിൻ്റെ പീര ഉണ്ടായിരുന്നു. പിന്നീട് പോർക്ക് ഉണ്ടായിരുന്നു, പോർക്ക് വരട്ടിയതുണ്ടായിരുന്നു, പോർക്ക് ഫ്രൈ ഉണ്ട്, നീരാളി ഫ്രൈ ഉണ്ട്. പിന്നീട് ബീഫിൻ്റെ തന്നെ ബീഫ് വറുവൽ, ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ, പിന്നെ മീനിൻ്റെ ഒരുപാട് വെറൈറ്റീസ്. പിന്നീട് താറാവ് റോസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മപ്പാസ് പോലെ. ഇത് നല്ല കേരാച്ചൂര കറിയാണ്. പിന്നീട് മോദക്കറിയുണ്ട്. പിന്നീട് മീൻ തലകളുണ്ട്. ഇത് 650 രൂപയുടെ മീൻ തലയത് നെയ്മീൻ്റെ തലയാണ്. ഇത് ഇപ്പോൾ ഇപ്പുറത്ത് കാണുന്നത് ഇത് 550 രൂപയുടെ തലയാണ്. ഇത് നെയ്മീൻ്റെ തല തന്നെയാണ്. ഇത് കേരാച്ചൂര കറിയാണ്. പിന്നീട് അപ്പുറത്ത് വരാല് കറിയുണ്ട്, പിന്നെ കാളാഞ്ചി കറിയുണ്ട്, പിന്നീട് മോദക്കറിയുണ്ട്. അങ്ങനെ ഒരുപാട് മീൻ വിഭവങ്ങൾ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ, അതായത് നമ്മളിങ്ങനെ ഓരോ ഫുഡ്സ് ഇങ്ങനെ കണ്ടു പോകുമ്പോഴും നമ്മുടെ കൂടെ ഒരാൾ വരും, അതായത് ഓർഡർ എടുക്കാനായിട്ട് വരുന്നത്. അപ്പോൾ പുള്ളി എടുത്ത് നമ്മൾ പറഞ്ഞു പോയാൽ മതി. ഓരോ സാധനങ്ങൾ ഏതൊക്കെ വേണമെന്നൊന്ന് പറഞ്ഞ് നമുക്കിങ്ങനെ പോകാം. അതിങ്ങനെ തവി വെച്ച് കോരി നോക്കിയാലും നമുക്ക് പറയാം. അതിനുശേഷം നമ്മൾ സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ഹട്ടിൽ വന്നിരിക്കുക. അപ്പം നമ്മൾ ഹട്ടിൽ വന്നിരുന്നതിന് ശേഷം ഓർഡർ ചെയ്ത സാധനങ്ങളെ പറ്റിയുള്ള ഡിസ്കഷനാണ് നടക്കുന്നത്. കിച്ചണോട് തന്നെ ചേർന്നുള്ളൊരു ഹട്ടാണ് നമുക്ക് കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കിച്ചണിലേക്ക് ഇങ്ങനെ വായി നോക്കി ഇരിക്കുകയാണ് നമ്മുടെ സാധനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി. അപ്പോൾ നമുക്ക് കിട്ടിയ ഹട്ടെന്ന് പറഞ്ഞാൽ ഓടിട്ടതായിരുന്നു. അപ്പോൾ ഇതുപോലെ ഷീറ്റ് ഇട്ടതായിട്ടുള്ള ഹട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് ഓടിട്ടതാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ഈ ഷീറ്റ് ഇട്ട ഹട്ടിലാകുമ്പം അത്യാവശ്യം നല്ല ചൂടായിരിക്കും. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 2 മണി. നമ്മൾ ഈ പ്ലേറ്റ് ചെക്ക് ചെയ്തത് എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്തോ, വെറുതെ അളിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം ആയിട്ട് കൈ നിറയെ വലിയൊരു പ്ലേറ്റുമായിട്ട് ഞങ്ങളുടെ മാമൻ അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് എടുത്ത് വെക്കുക. ഇത് നല്ല നമ്മുടെ നെയ്മീൻ്റെ തല, പിന്നെ നമ്മുടെ കപ്പ എടുത്ത് വെച്ച്, പിന്നെ നമ്മുടെ കല്ലുമേക്കായ ഫ്രൈ, പിന്നെ പോർക്ക് ഫ്രൈ, അപ്പം എടുത്ത് വെച്ച്, പിന്നീട് കാച്ചിൽ, പിന്നെ കക്ക ഫ്രൈ, പിന്നീട് ഞണ്ട് റോസ്റ്റ്, ഏറ്റവും ലാസ്റ്റ് കൊഞ്ചിനകത്താണെങ്കിലേ ഈ അണ്ടിപ്പരിപ്പൊക്കെ വറുത്തിട്ടിട്ടുണ്ട്. കൊഞ്ച് ഫ്രൈയും നല്ല ടേസ്റ്റാണ്. അപ്പം ഞങ്ങളെല്ലാം കൺഫ്യൂഷനാണ്, എവിടുന്ന് വാരണം, എവിടുന്ന് തുടങ്ങണം. അപ്പം നമുക്ക് ഊണും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ നമ്മുടെ നിർഭാഗ്യം വെച്ചാൽ നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് ഊണ് തീർന്നു. അതുകൊണ്ടാണ് നമ്മൾ 5 അപ്പമാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് തികയത്തില്ല എന്ന് തോന്നിയപ്പോൾ പിന്നെ ഒരു കപ്പയും കൂടെ പിന്നെ എക്സ്ട്രാ ഓർഡർ ചെയ്തു. മാമൻ അതും കൊണ്ടുവന്നു. അതിനുശേഷം എല്ലാവരും പ്ലേറ്റിലേക്ക് ഇഷ്ടമുള്ളതൊക്കെ വാരി ഇട്ട് എന്തായാലും നമ്മൾ തന്നെ ഇതെല്ലാം തിന്ന് തീർക്കണം. അങ്ങനെ രശ്മി ഒരു സൈഡിൽ നിന്ന് പെയ്യനെ തിന്ന് തുടങ്ങി. എന്നിട്ട് അവൾ അങ്ങനെ ഇപ്പോൾ അഭിപ്രായം പറയും, നല്ല സൂപ്പറാണോ അല്ലയോ എന്തുവാണെന്ന് വെച്ചാൽ ഇപ്പോൾ അഭിപ്രായം പറയും. എൻ്റെ കുഞ്ഞിപ്പെണ്ണും ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അവൾ ഒന്നും കൊണ്ട് തിന്ന് തുടങ്ങിയില്ല. എന്നാലും അത്യാവശ്യം നല്ലോണം അവൾ ഈ വട്ടം കഴിക്കുന്നുണ്ട്. രശ്മി കഴിച്ചിട്ട് കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഓരോ പ്ലേറ്റിലേക്ക് കുറച്ച് സാധനങ്ങളെടുത്തു. ഞാനും കുറച്ച് സാധനങ്ങളെടുത്തു. അപ്പം ക്യാമറ ചേച്ചിക്കൊരു ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് ചേച്ചി ഇല്ല ഞാൻ കുറച്ചേ കഴിക്കുന്നുള്ളൂ എന്നൊക്കെ ഒരു ഭാവത്തിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് അതൊക്കെ മാറിക്കോളും. ഞാനും കുറച്ച് കപ്പയും കൊഞ്ചും പിന്നീട് കല്ലുമേക്കായും എല്ലാം എടുത്തങ്ങോട്ടിട്ടു. എന്നിട്ട് ആ കക്ക ടേസ്റ്റ് ചെയ്തു, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെന്നപ്പോൾ ആ ഡിസ്പ്ലേയിൽ ഇങ്ങനെ സാധനങ്ങൾ വെച്ചിട്ടില്ലേ, ഈ സാധനങ്ങളൊന്നും നമ്മൾ രണ്ടാമത് പറയുന്ന സമയത്ത് ചൂടാക്കി, അതായത് നമ്മുടെ ആവശ്യം പറയുന്ന സമയത്ത് നമുക്ക് ചൂടാക്കിയല്ല തരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ കൊഞ്ചൊക്കെ ആണെങ്കിൽ തന്നെ നമുക്കിങ്ങനെ പുരട്ടി വെച്ചിരുന്നാൽ മതി. അപ്പം നമ്മളിത് ഈ ഒരു പോർഷൻ വേണമെന്ന് പറയുമ്പം ആ സമയത്ത് അവർ ലൈവായിട്ട് കുക്ക് ചെയ്ത് തരുവാണെങ്കിൽ എനിക്ക് ഇതിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട് തന്നെ
പലതും കട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ഈ കൊഞ്ച് കഴിച്ചപ്പോൾ തന്നെ അത് കട്ടിയായിരുന്നു. പിന്നെ കല്ലുമ്മേക്കായ പിന്നെ വലിയ പ്രശ്നമില്ലായിരുന്നു. പിന്നീട് ഒരുതപ്പെട്ട ഫുഡ് ഒന്നിനും ചൂടില്ലായിരുന്നു. ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എനിക്ക് തോന്നി. ഇത് കല്ലുമ്മേക്കായാണ്, ഇത് കക്ക. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പ്രിപ്പറേഷനകത്ത് വ്യത്യാസമുണ്ട്, കഴിക്കുമ്പോഴും ചെറിയ വ്യത്യാസമുണ്ട്. അങ്ങനെ രശ്മി ഒരു ഗ്ലാസ് കള്ളും ഒഴിച്ച് പിന്നെ ഇച്ചിരി വെള്ളവും കുടിച്ച് എല്ലാവരും ഫുഡിനകത്ത് ഇങ്ങനെ ജാഗരൂകരായി ഇരിക്കുകയാണ്. ചേച്ചി തലയുടെ ഒരു പോർഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിനകത്ത് നള്ളും. അപ്പോൾ ചേച്ചിക്കൊരു നാണക്കെടുപ്പ്, എൻ്റെ മുന്നിലാണല്ലോ ഇതിരിക്കുന്നത്. അങ്ങനെ കുഞ്ഞിപ്പെണ്ണ് കാർട്ടൂൺ കണ്ട് ഓരോന്നൊക്കെ ഇങ്ങനെ അവളെ കൊത്തിപ്പറക്കി ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങളുടെ അംഗത്തിൻ്റെ ആദ്യ ഭാഗം ഇവിടെ തീർന്നു. അപ്പം മീൻകറിയുടെ തല, അതായത് നമ്മുടെ നെയ്മീൻ്റെ തല ഏകദേശം ഈ രീതിയിൽ എല്ലാവരും കൂടെ ആക്കിയിട്ടുണ്ട്. പിന്നീട് ഇനി എല്ലാവർക്കും ഒരു റെസ്റ്റ് വേണം. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ അവരുടെ തന്നെ ഐസ്ക്രീമിൻ്റെ ഒരു സെൻ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റും. ഞങ്ങളുടെ കുഞ്ഞയുടെ പ്ലേറ്റും അത്യാവശ്യം എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഈ ഞണ്ട് മാത്രമാണ് നമുക്ക് അധികം വന്നത്. ഞണ്ട് അത്ര പോരായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഞണ്ട് ഞങ്ങൾ പാഴ്സൽ ചെയ്തു. നമ്മളിത് തന്നെ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ തന്നെ വേറെ പോർഷനാണ്. ഹട്ടല്ലാതെ തന്നെ ഇതിനോട് ചേർന്ന്, അതായത് നമ്മുടെ ഈ ഷാപ്പിനോടകത്ത് ചേർന്ന് തന്നെ വേറെ സ്പോട്ടിൽ നമുക്ക് ഔട്ട്ഡോറായിട്ട് ഇരുന്ന് കഴിക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വെളിയിലിറങ്ങി നല്ല സൂപ്പർ സീനറിയൊക്കെ കണ്ട് പെയ്യനെ വീട്ടിലേക്ക്. ഷാപ്പിൽ ഞങ്ങൾക്ക് മൊത്തത്തിൽ ചിലവായത് 2700 രൂപയാണ്. കുഴപ്പമില്ലാത്ത ഫുഡ്, കുഴപ്പമില്ലാത്ത റേറ്റുമായിരുന്നു.